ദിവസങ്ങളെല്ലാം നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ അനുഗ്രഹിച്ച ദൈവം ഇന്ന് പകൽക്കാലവും നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. बीते दिनों में प्रभु की आशीष पाने के लिए अवसर दिया, वही मसीह हमारा बीच में उपस्थित है. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലവും നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ദൈവസേനയിലായിരിക്കാം. നിശ്ചയമായിട്ടും ദൈവം നമ്മോട് സംസാരിക്കും. ऐसा होवे तो हम मसीह की चरणों पर बैठे जरूर मसीह की अनुग्रह हम प्राप्त कर सकते हैं. കാരണം കർത്താവിന്റെ വാഗ്ദത്തം നമുക്കുണ്ട്, ഞാൻ എല്ലാ നാളും ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഉണ്ടെന്ന്. परमेश्वर मसीह ने हमारा साथ एक वायदा बनाया, सदा सर्वदा मसीह हमारा साथ संग है. നമ്മുടെ ജീവിതത്തിൽ ആരെല്ലാം കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞാലും എപ്പോഴും കൂടെയുള്ളത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. हमारा साथ भी साथ सदा सर्वदा समय हमारे सखे हो, कोई भी हो कहेगा तो इससे वे अधिक हमारा मसीह हमारा साथ भी साथ है. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആശ്വസിപ്പാനും വിശ്വസിപ്പാനും ഏക വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവാണ്. ऐसा होवे तो विश्वास करे और भरोसा रखे और हमारा मसीह पर. ആ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ ലോകം നമ്മെ തടഞ്ഞെന്ന് വരാം, ലോകം നമ്മെ വേർത്തെന്ന് വരാം. मसीह के बारे में हम कहा जाए तो हमारा मसीह के विरोधियों ने हमारे बदले लड़ चुका होगा. എന്നാൽ യേശു ഒരു നല്ല കർത്താവും നല്ല ഇടയനുമായി നമ്മോട് കൂടെയുള്ളത് കൊണ്ട് നമുക്ക് ആ കർത്താവിൽ വിശ്വസിച്ച് മുന്നേറാം. हमारा मसीह हमारा साथ भी साथ है. हमारा हर प्रकार की काम कार्यों में मसीह की उपस्थित हमारे लिए महत्व है. കാരണം ഈ ലോകത്തിലെ അനേകർ നമ്മോട് കൂടെയുണ്ട്, നമ്മെ നടത്തും, നമ്മെ സഹായിക്കുമെന്നെല്ലാം പറയും. आजकल दिनों में दुनियादारी बहुत सारे लोग हमारा संग रहेंगे और हमारा उपयोगी होंगे, ये बात कहा जाएंगे. എന്നാൽ സമയം പോകും തോറും അല്ലെങ്കിൽ അവസരം ലഭിക്കും തോറും അതെല്ലാം മാറിപ്പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. तो बातचीत करते हैं, वायदा बनाते हैं, निर्धारित समय पर वो बात हमारे में से दूर रहेंगे. എന്നാൽ യേശു ക്രിസ്തുവിന്റെ വാക്ക് ഒരിക്കലും മാറ്റമില്ലാത്തതാണ്. मसीह की शब्द कभी भी हटेगा नहीं. ഇന്ന് പകൽക്കാലം നമുക്ക് ഒരു തിരുവചന ഭാഗം വായിച്ച കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. आज सुबह ही समय एक परमेश्वर के वचन से एक चंद बात मनन करे. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. मत्ती की सुसमाचार 28वां अध्याय उसका 10वां पद की वहां पर से हम मनन करे. യേശു അവരോട് ഭയപ്പെടേണ്ട, നിങ്ങൾ പോയി എന്റെ സഹോദരന്മാരോട് ഗലീലയ്ക്ക് പോകുവാൻ പറവീൻ, അവിടെ അവർ എന്നെ കാണുമെന്ന് പറഞ്ഞു. मत्ती का सुसमाचार 28वां अध्याय 10वां पद में यह पद दी, तब यीशु ने उनसे कहा, मत डरो, मेरा भाइयों से जाकर कहो कि गलीला को चले जाए, वहां मुझे देखेंगे. നമുക്കെല്ലാം സുപരിചിതമായ ഒരു വേദഭാഗമാണ്. ये वचन में से सुपरिचय है. എന്നാൽ ഇവിടെ യേശു പറയുന്ന ഒരു കാര്യം, ഭയപ്പെടേണ്ട. वहां पर मसीह ने हमारे लिए दिया, मत डरो. എന്തുകൊണ്ടാ ഭയപ്പെടേണ്ടെന്ന് യേശു പറഞ്ഞത്? मत डरो ये शब्द मसीह ने क्यों हमारे लिए बताया है? കാരണം ജനം ഭയന്നിരിക്കുന്ന ഒരു സമയത്താണ് അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് യേശു സംസാരിക്കുന്നത്. मसीह के विश्वासी गण भय मानकर और बढ़ रहा है, इसी कारण में मसीह ने आकर उनको कहा, मत डरो. ഇന്നും ദൈവമക്കൾ ഏറ്റവും ഭയത്തോടുകൂടെ ഇരിക്കുമ്പോൾ ആ ദൈവമക്കളോട് കർത്താവ് പറയുക, നീ ഭയപ്പെടേണ്ട. आजकल दिनों में भयभीत होकर लोग मसीह के लोग बैठते हैं, इसी कारण में मसीह कहते हैं, मत डरो. കാരണം അടുത്ത സമയത്ത് എന്ത് സംഭവിക്കും, എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും പറയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മളായിരിക്കുന്നത്. आगे समय में क्या हाल होगा, क्या बात होता है, ये कोई किसी को इस बारे में जानकारी है ही नहीं है.
അതുകൊണ്ട് യേശു പറയുക, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങൾക്ക് മുൻപേ കടന്നു പോകുന്നു. मसीह ने यही शब्द दिया, मत डरो, मैं तुम्हारे आगे मैं चल रहा हूं. അത് യേശു എപ്പോഴും തന്റെ ശിഷ്യന്മാരെയും തന്റെ കൂടെയുള്ളവരെയും ആശ്വസിപ്പിക്കുന്നത് കാണുവാൻ കഴിയും. सदा सर्वदा मसीह अपना शिष्यों और यीशु में आए हुए लोगों को जो दिलाजा, आजादी, प्रेम दिया देता है. കാരണം പലപ്പോഴും അവർ വ്യാകുലപ്പെട്ടും നിരാശപ്പെട്ടും ദുഃഖിച്ചിരിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. कारण यही है, मसीह के लोग उदासी होते हैं, निराशा होता है, थके मांदे हुए लोग भी होते हैं. ഒരിക്കലും ശിഷ്യന്മാർ വന്ന് ചോദിച്ചു, കർത്താവേ, ഞങ്ങൾ എല്ലാം വിട്ടിട്ടാണ് നിന്റെ പിന്നാലെ വന്നത്, പക്ഷെ ഞങ്ങൾക്ക് എന്താ ലഭിക്കുന്നത്? एक बार अपना चेहरों शिष्यों आकर मसीह से पूछने लगा, सब कुछ त्याग की है, हमें क्या मिलेंगे? അവരുടെ ജീവിതം ഒന്ന് പരിശോധിച്ചാൽ അത് കൃത്യമായി. യേശു അവരെ വിളിച്ചപ്പോൾ ആയിരുന്നതെല്ലാം വിട്ടിട്ടാ വന്നത്. मसीह ने उनको बुलाहट दी है, शिष्यों ने सब कुछ त्याग करते हुए मसीह का पीछे हो लिया है. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ചിന്ത വന്നു, ഇനി മുന്നോട്ടുള്ള ഞങ്ങളുടെ ഭാവി എന്തായി തീരും? इसी कारण में एक चिंता विश्वास और शिष्यों का जीवन में आया, आगे की हाल क्या रहेंगे. അതുകൊണ്ട് അവർ ചോദിക്കുന്നത്, ഞങ്ങളെല്ലാം വിട്ടിട്ടാ വന്നത്, പക്ഷെ ഞങ്ങളുടെ ഭാവി എന്തായി തീരും? മുന്നോട്ട് ഞങ്ങൾ എങ്ങനെയാ പോകേണ്ടത്? इसी कारण में जो लोग कहने लगा, हम त्याग करके तेरे पीछे हो लिया है, आगे बढ़ने की हाल क्या है. മാത്രമല്ല, അവർ ഈ ലോകപരമായിട്ട് ലഭിക്കേണ്ടതെല്ലാം വിട്ട് യേശുവിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചവരാണ്. सांसारिक काम कार्यों में से सब कुछ था, वो त्याग करके हुए यीशु का पीछे हो लिया है. എന്നാൽ യേശു അവരെ അടുക്ക വിളിച്ച് ആശ്വസിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. यीशु ने उनका और बुलाया, सामने बुलाकर दिलासा दे रहा है. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. यूहन्ना के सुसमाचार 14वां अध्याय में ये शब्द पाया जाता है. കാരണം അവർക്ക് സകലതും വിട്ടതുകൊണ്ട് ഇനി ഈ ഭൂമിയിൽ വാഴേണ്ട കാര്യമുണ്ട്. യേശു പോകുമെന്ന് യേശു പറയുകയും ചെയ്തു. ഇനി മുന്നോട്ട് എങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ചിന്തിച്ച് വ്യാകുലപ്പെടുകയായിരുന്നു. और इन्होंने मसीह ने उन्होंने कहा, मसीह वापस जा रहा है और जिंदगी बाकी है, आगे कदम कहां पर रखूं, ये बात उनका चिंता में आ गया है. യേശു സംസാരിച്ച വാക്കുകൾ മൂലം അവരുടെ ഹൃദയം കലങ്ങി ആമേൻ വ്യാകുലപ്പെട്ടിരിക്കുന്ന സമയത്ത് യേശു അവരോട് സംസാരിക്കുന്നത്. यीशु मसीह उन्हें से कहा जा रहा हूं, उनका मन, शिष्यों का मन व्याकुल हो गया. ये व्याकुल से उन्होंने पूछताछ कर रहा है, आगे की बात क्या हाल है. യേശു പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. और मसीह ने उन्हें से कहा, तुम्हारा मन व्याकुल ना हो, परमेश्वर पर विश्वास रखो और मुझ पर भी विश्वास रखो. എന്തുകൊണ്ടെന്നാൽ എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാനാ പോകുന്നത്. ये कारण यहां पर दूसरा पद में, यूहन्ना के सुसमाचार 14 अध्याय दूसरा पद में, मेरा पिता के घर में बहुत से रहने के स्थान है, यदि ना होते तो मैं तुमसे कहा देता, क्योंकि मैं तुम्हारे लिए जगह तैयार करने जा रहा हूं. ഇതിന്റെ കാരണം, ഈ ലോകത്തിൽ നിങ്ങൾക്ക് എന്നും വസിക്കുവാൻ കഴിയത്തില്ല. कारण यही है, दुनिया में, संसार में आयु भरकर जी नहीं सकते हैं. ആമേൻ. ഇവിടെ താമസിക്കുന്നതിന്, ഈ ഭൂമിയിൽ വസിക്കുന്നതിന് ഒരു സമയമുണ്ട്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്ഥലം ഒരുക്കുക. ये संसार में जीने का एक समय है, अवसर है, ये खत्म हो जाएगा. आगे रहने का समय के बारे में तुमको जवाब देता हूं. ആമേൻ. ഇവിടെ നിങ്ങൾ എന്നോട് കൂടെ ഇരുന്നത് പോലെ അവിടെയും എന്നോട് കൂടെ ഇരിക്കണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കണം. यहां पर तूने हमारा साथ रहकर साथी हो गया, इसी नहीं मैं जाते हैं, भवन तैयार करते हैं, वहां पर भी साथी होकर साथ और मिलजुल कर रहने के स्थान बनाने के लिए जा रहा हूं.
കാരണം നിങ്ങളെ ഞാൻ എന്നോട് കൂടെ ഇരിക്കാനാണ് വിളിച്ചത്. അത് ഇവിടെ മാത്രമല്ല, ഞാൻ എവിടെ ആയിരുന്നാലും നിങ്ങൾ എന്നോട് കൂടെ ഇരിക്കണം. कारण यही है, संसारिक जीवन बिताते हुए समय वहां से तुमको बुलाया, बुलाहट दी है, यहाँ पर तुम्हारा साथ बैठ रहा है। इसी नहीं मैं जिन जगह पर बैठते हैं वहां पर तो आपको भी बिठाएंगे। നോക്കിയേ, യേശു ക്രിസ്തുവിന്റെ ആമേൻ ആശ്വാസ വാക്കുകളൊന്ന് ചിന്തിച്ചു നോക്കിയേ. हम थोड़ा कल्पना करें, सोच विचार करें, मसीह ने हमारे लिए दिए हुए वायदा के शब्द कैसे होते हैं। ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഏതൊരു വ്യക്തിയുടെയും വാഗ്ദത്തം ഈ ലോകത്തിൽ അത് അവസാനിക്കുക. कोई भी हो, कोई व्यक्ति हो, वो प्रतिज्ञा देते हैं, वो प्रतिज्ञा के समाप्त होता है। ആമേൻ. ഞാനിങ്ങനെ പറയാറുണ്ട്, ഒരു ഭാര്യ ഭർത്തൃ ബന്ധമായാലും വിവാഹം കഴിക്കുമ്പോൾ ഉടമ്പടി ചെയ്യുന്നത് മരണം വരെ മാത്രമാണ്. और पास्टर साहब ने ऐसी विचार करते हुए कहने लगते हैं, शादी होते हैं, विवाह के साथ पति पत्नी वायदा बनाते हैं, जो वायदा मृत्यु तक है। ആ മരണം കഴിഞ്ഞാൽ പിന്നെ ആ വാഗ്ദത്തം അവിടെ അതോടെ തീരുക. मृत्यु हो गया, वो वायदा वहां पर छूट जाते हैं। അവര് തമ്മിലുള്ള ഉടമ്പടി ഇവിടം വെച്ച് അത് തീർന്നു പോവുക ചെയ്യുന്നത്. जो उन्होंने वायदा बनाया, यो वायदा मृत्यु से अलग होते हैं। പക്ഷെ യേശു ക്രിസ്തു തരുന്ന ആ വാഗ്ദത്തം, യേശു ക്രിസ്തുവിന്റെ വാക്കുകൾ അത് നിത്യതയോളം നിലനിൽക്കുന്നത്. मसीह ने हमारे लिए दिया हुआ वायदा अनंत काल तक सदा रहेंगे। അത് ഇവിടെ മാത്രമല്ല, വരുവാനുള്ള ലോകത്തിലും യേശുവിനോട് കൂടെ തന്നെ നാം ആയിരിക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. संसार में जीते हैं, संसारिक बात से केवल समाप्त नहीं होते हैं, अनंत काल तक है ये शब्द रहते हैं। കാരണം യേശു പറയുന്നത്, ഈ ലോകത്തിൽ നിങ്ങൾ എന്നോട് കൂടെ ആയിരുന്നപ്പോൾ എനിക്കിവിടെ ഭവനമില്ല. मसीह ने अपने शिष्यों को कहता है, संसार में मैं जीते हैं, यहाँ पर हमारे लिए सिर्फ भवन नहीं है। പക്ഷേ എന്റെ വാസസ്ഥലം എന്ന് പറഞ്ഞാൽ പിതാവിന്റെ അടുക്കലായിരിക്കുന്നത്. मेरा निवास स्थान संसार में नहीं, पिता परमेश्वर की ओर है। അതുകൊണ്ട് ഈ ലോകത്തിൽ മാത്രമല്ല, വരുവാനുള്ള ലോകത്തിലും നിങ്ങൾ എന്നോട് കൂടെ തന്നെ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. मसीह ने यही वचन दिया है, केवल यहाँ पर ही नहीं, आने वाले स्वर्ग राज्य में भी आप मेरे साथ रहेंगे। അപ്പൊ യേശു നമ്മെ വിളിച്ചത് കുറച്ചു കാലം ഈ ഭൂമിയിൽ വസിച്ച് മരിക്കുവാൻ വേണ്ടിയല്ല വിളിച്ചത്. मसीह की बुलाहट केवल ये दुनिया में थोड़ा सा साल जीवित रहे और मरे, ये बात में समाप्त नहीं होते हैं। ആമേൻ. യേശു വിളിച്ചത് തന്നോട് കൂടെ നിത്യമായി അനന്തതയോളം വാഴുവാനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. मसीह की बुलाहट हमें दी अनंत काल तक जीने के लिए। കാരണം യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കാൻ പോകുന്നത് അവിടെ അനേക വാസസ്ഥലങ്ങൾ ഉള്ളത് കൊണ്ടാണ്. मसीह ने शिष्यों को कहते हैं, मैं तुम्हारे लिए निवास स्थान बनाने के लिए जा रहा हूं, कारण ये बहुत सारे घर वहां पर है। ഞാൻ പോയി വാസസ്ഥലം ഒരുക്കിയിട്ട് മടങ്ങി വന്ന് നിങ്ങളെ കൊണ്ടുപോകും. वहां पर की आपको रहने का भवन की तैयारी हो जाएगा। तैयार होने के बाद में मैं कहां पर बैठूं, वहां पर आपको बुलाकर ले जाकर बिठा दूंगा। കാരണം നമുക്കറിയാം, വിദേശത്ത് വസിക്കുന്ന ഒരാള് ഇവിടെ വന്ന് വിവാഹം കഴിച്ച് തന്റെ കുടുംബത്തെ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുമ്പോൾ और अन्य पराया देश में रहकर, केरला में आकर विवाह करके शादी होकर उनका पत्नी को भी उनका साथ भी साथ ले जाने के लिए मेहनत करते, इसी ने आई। ആമേൻ. താൻ അവിടെ തനിക്ക് താമസിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയിട്ടാണ് താൻ ഇവിടെ വന്ന് വിവാഹം കഴിച്ച് കൊണ്ടുപോകുന്നത്. वहां पर उनका शादी होकर पत्नी के साथ रहने के लिए वहां की सुविधा पूरा करके वापस आकर वो शादी कर उनकी पत्नी को ले जा रही है। എന്നാൽ അവിടെ ആ സാഹചര്യം ഇല്ല എങ്കിൽ ആ വ്യക്തി ഒരിക്കലും ഈ കുടുംബത്തെ അങ്ങോട്ട് പെട്ടെന്ന് കൊണ്ടുപോകത്തില്ല. वहां पर रहने के लिए सुविधा नहीं होवे तो ये हमसे पत्नी को ले जा नहीं सकते हैं। കാരണം അവർക്ക് അവിടെ താമസിക്കുവാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി വെച്ചിട്ടാണ്
ഇദ്ദേഹം വന്ന് തന്റെ കുടുംബത്തെ കൂടെ കൊണ്ടുപോയി താമസിക്കുവാൻ ആഗ്രഹിക്കുന്നത്. यह वहां पर आकर रहने के लिए सुविधा बनाकर उनका पत्नी को हमसे ले जाते हैं। ആമേൻ. യേശു പറയുന്നത്, ഞാനും നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയിട്ട് ഞാൻ വേഗം മടങ്ങി വരും. मसीह ने यह बात दी है, मैं वहां पर स्वर्ग राज्य में सबों को रहने के लिए निवास स्थान बनेंगे, उसकी बाद में आकर हमसे तुमको वहां पर ले जाएंगे। ആമേൻ. ഇവിടെ നമ്മളായിരുന്നത് പോലെ ഈ ലോകത്തിൽ എങ്ങനെയാണോ ആയിരുന്നത് അതുപോലെ അവിടെയും നിങ്ങൾ എന്നോട് കൂടെ തന്നെ ഇരിക്കണം. ये दुनिया में हम कैसा रहते हैं, हमारे साथ मेल मिलाप कैसे होते हैं, वैसा ही स्वर्ग राज्य में हम आपस में मेल मिलाप में रहेंगे। എന്നാൽ യേശു പറയുന്നത് ഒരു കാര്യമുണ്ട്, ഈ ലോകത്തിലായിരുന്നപ്പോൾ വലിയ തിരക്കുള്ള വ്യക്തിയായിരുന്നുവെങ്കിൽ അവിടെ അതിന്റെ നേരെ മറിച്ച് അവിടെ ആശ്വസിക്കാനുള്ള സ്ഥലമാണ്. मोर मसीह ने ये बात कहते हैं, हम यहाँ पर मेहनत है, कामकार्य बहुत ज्यादा होते हैं, लेकिन स्वर्ग राज्य में जाएगा तो वहां पर मेहनत है ही नहीं है। ഇവിടെ നിങ്ങൾക്ക് വിശ്രമമില്ലാതെ രാവും പകലും എന്നോട് കൂടെ നിങ്ങൾ സഞ്ചരിക്കുകയും യാത്ര ചെയ്യുകയും ചെയ്തു എങ്കിൽ അവിടെ നിങ്ങൾ എന്നോട് കൂടെ ഇരിക്കാൻ പോവുക. यहाँ दुनिया में रहते हैं, इतना सारे परिश्रम करते हैं, मसीह का पीछे हो लिया जाते हैं, लेकिन स्वर्ग राज्य में ऐसी मेहनत काम कार्य वहां पर नहीं है। അവിടെ നിങ്ങൾക്ക് വിശ്രമിക്കാനുള്ള സ്ഥലമാ, അതുകൊണ്ട് ഇവിടെ നിങ്ങൾ പരിശ്രമിക്കുക. वह स्वर्ग राज्य में विश्राम के दिन है, इसी कारण में भूमि में तो परिश्रम करे। ഇവിടെ നമ്മൾ അധ്വാനിക്കുമ്പോൾ, ഇവിടെ വിശ്രമമില്ലാതെ നമ്മൾ ഓടുമ്പോൾ അവിടെ നമുക്ക് ആമേൻ എന്നേക്കും വിശ്രമിക്കുവാനും ആശ്വസിക്കാനും കഴിയും. ये दुनिया में हमको विश्राम नहीं होता है, स्वर्ग राज्य में जाएंगे वहां पर हमको विश्राम की स्थान है। അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിഞ്ഞാൽ ഞാൻ വേഗം വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. इसी कारण में मसीह ने एक बात दी है, मैं स्वर्ग राज्य में पहले पहुंच जाए, वहां पर भवन तैयार करे, इसके बाद में संसार में आकर तुमको भी मैं कहां पर बैठू वहां पर मैं बैठूंगा। അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ആമേൻ എന്നിൽ വിശ്വാസമുള്ളവരായിരിക്കുക. इसी कारण में मसीह ने एक बात दी है, डरो मत, मैं तुम्हारे लिए और भवन तैयार करूं। നിങ്ങൾക്ക് ഈ ലോകത്തിൽ ആമേൻ എന്ത് ഇല്ല എന്ന് നിങ്ങൾ ഭാരപ്പെടുന്നോ, ഏത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടെന്നോ ഭാരപ്പെടുന്നോ, അതെല്ലാം ഞാൻ നിങ്ങൾക്ക് നിത്യതയിൽ ഒരുക്കി തരാം. मसीह ने उन्हें कहा है, संसार में तू क्या कुछ चीज त्याग किया और छोड़ दिया, जो बात स्वर्ग राज्य में तुम्हें मिल जाएंगे। കാരണം ആരും ഇതുവരെയും തരാത്ത സമാധാനം, ആശ്വാസം യേശു നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. कारण यही है, दुनिया में कोई किसी को जो शांति नहीं दिला सका, स्वर्ग राज्य में वो शांति तुम्हें मिल जाएंगे। കാരണം ജനം ഭയന്ന് ഭരവശരായിരിക്കുമ്പോഴാണ് അവരോട് പറയുന്നത്, നിങ്ങൾ ഇനി ഭയപ്പെടേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് വേണ്ടി ഞാൻ സകലതും ഒരുക്കി കഴിഞ്ഞു. कारण अपना शिष्यों ने भयभीत होकर रहते हैं, मसीह ने उनको हिम्मत दिलाते हैं, तुम्हारे लिए भवन में तैयार करने के लिए जा रहा हूं। ഇന്ന് പകൽക്കാലവും നാം ഏതെല്ലാം വിഷയത്തിൽ ഭയത്തോടെ ഇരിക്കുന്നു, ആ വിഷയങ്ങളിലെല്ലാം കർത്താവ് പറയുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട. आज सुबह ही वक्त क्या कुछ चीजों में हम भय मानते हैं, डरते हैं, जो उसको बातों को मसीह ने हमें जवाब दिया देता है। ആമേൻ. കാരണം പ്രൈസ് ദി ലോർഡ്, ആ വിഷയങ്ങൾക്കെല്ലാം കർത്താവ് പരിഹാരം കണ്ടു കഴിഞ്ഞു. कारण ये विषय में मसीह ने हमें और उपाधि और परिश्रम की है। യേശു ആമേൻ നമുക്ക് വേണ്ടി സകലതും ഒരുക്കി വെച്ചു കഴിഞ്ഞു. मसीह ने हमारे लिए सब कुछ तैयार कर रखा है। അതാണ് യേശുവിന്റെ ആ ആശ്വാസ വചനങ്ങൾ. वही है मसीह का दिलाजा की शब्द। എന്നാൽ മനുഷ്യരുടെ ആശ്വാസം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. मनुष्य दिलाजा देता है, वो उसका सीमा है। ആമേൻ. അവന്റെ ആശ്വാസത്തിന് ആമേൻ അതിന്റെ പിന്നിൽ ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും. वो ही देता है, वो दिलाजा के बारे में कुछ बात काम कार्य वहां पर होता है। 2 ശമൂവേലിന്റെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 24-ാം വാക്യത്തിൽ പോകുമ്പോൾ, ദാവീദ്
ബത്സബയെ ആശ്വസിപ്പിക്കുന്ന ഒരു ആശ്വാസം കാണാൻ കഴിയും. दूसरा शमूएल की पुस्तक 22वां अध्याय में दावीद ने बेशेबा को दिलाजा देता है, उसके बारे में वहां पर पाया जाता है. അതിന്റെ ആദ്യ ഭാഗത്ത് ഇങ്ങനെ പറയുന്നത്, പിന്നെ ദാവീദ് തന്റെ ഭാര്യയായ ബത്സബയെ ആശ്വസിപ്പിച്ചു. और उसका प्रथम पद में यही लिखा है, बेशेबा को और दावीद ने दिलाजा दी है. ആമേൻ ആമേൻ. എന്തുകൊണ്ടാണ് ആശ്വസിപ്പിച്ചതെന്ന് നമുക്കറിയാം. कारण क्या है और दिलाजा देने के कारण क्या होता है? അവൻ വലിയൊരു തെറ്റ് ചെയ്തു. ആ തെറ്റിന്റെ പരിണിത ഫലവും അവന്റെ ജീവിതത്തിൽ വിട്ടുമാറി. और उन्होंने गलती काम किया है, वो गलती का फल पा लिया है. അതിന്റെ ഫലമായിട്ട് അവന് ലഭിച്ചതായ കുഞ്ഞ് മരിച്ചുപോയി. उसका फल यही है, दावीद से जन्म पाया हुआ बच्चा मर चुका है. നമുക്കറിയാം, ഈ ബത്സേബ എന്ന് പറഞ്ഞാൽ അത് ഊരിയാവിന്റെ ഭാര്യ. बेशेबा कौन है? ऊरिया अच्छे व्यक्ति की पत्नी थी. ആമേൻ. ആ ഊരിയാവിനെ കുറിച്ച് പറയുന്നത് അവൻ യജമാനന്റെ ഏറ്റവും വിശ്വസ്തനായ ഒരു ദാസനായിരുന്നു. ये ऊरिया के बारे में बताता है, राजा का और इसका अच्छे सेवक थे. ആമേൻ. ഇതിന്റെ 11-12 അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഊരിയാവിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. और दूसरा राजा 12 अध्याय में वहां ऊरिया के बारे में कहा गया है. ആമേൻ. ഈ 2 ശമൂവേലിന്റെ പുസ്തകം 11-12 അധ്യായങ്ങൾ നമ്മൾ കാണുമ്പോൾ ആമേൻ ഇവിടെ ദാവീദ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ കുറിച്ച് കാണുവാൻ കഴിയും. और दूसरा शमूएल 11वां अध्याय में ऊरिया ने किया हुआ और दावीद ने किया बात वहां पर पाया जाता है. അവൻ രാജാവിന് വേണ്ടി ഏറ്റവും വിശ്വസ്തനായ ഒരു ഭൃത്യനായിട്ടാണ് അവൻ കഴിഞ്ഞത്. राजा के लिए एक विश्वास योग्य सैनिक थे और ऊरिया. എന്നിട്ടും ദാവീദ് തന്റെ തെറ്റിനെ മറയ്ക്കാൻ വേണ്ടി ഈ ഊരിയാവിനെ കൊല്ലുവാനിടയായി. दावीद ने किया हुआ अपराध पाप को ढांपने के लिए यहाँ पर काम किया है. പക്ഷെ അവൻ കൊന്നത് ഞാൻ കൊന്നതായിട്ട് ആരും അറിയരുത്, അവൻ യുദ്ധത്തിൽ പട്ടുപോയെന്ന് എല്ലാവരും മനസ്സിലാക്കണം. और लोगों को समझ ले, दावीद ने सताया नहीं और युद्ध में ऊरिया ने मर गया है, ये लोगों को समझाने के लिए. പലപ്പോഴും മനുഷ്യർ ചെയ്യുന്നത് ഇങ്ങനെയാണ്, മറ്റുള്ളവരെ കണ്ണിൽ ആമേൻ അത് മറച്ചു പിടിക്കാൻ ശ്രമിക്കും. मनुष्य आजकल दिनों में यही करते हैं. मनुष्य करते हुए काम दूसरों को आग बुझाने के लिए कारण बनाते हैं. കാരണം ഞാൻ ചെയ്തത് ഒരു മനുഷ്യനും അറിയരുത്, ആമേൻ ഞാനാണ് ചെയ്തതെന്ന് അറിയരുത്, വേറെ ആരെങ്കിലും ചെയ്തതായിട്ട് അങ്ങനെ സ്ഥാപിക്കുക. कारण यही है, मैंने नहीं किया औरों ने किया है, ये बात स्थापित करने के लिए मानव जाति कर रहा है. പക്ഷെ ഒരു നല്ല പ്രവൃത്തി ചെയ്താൽ അത് മറ്റാരെങ്കിലും ചെയ്താലും അത് എന്റെ പേരിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവരാ മനുഷ്യർ. औरों ने किया, भले काम किया, उनका नाम नहीं मैंने किया है ये कहकर तारीफ लेने के लिए लोग दौड़ रहा है. ഇവിടെ ദാവീദ് ചെയ്ത ഏറ്റവും മഹാപാതകം പുറത്തു വരാതിരിപ്പാൻ ഇതാ ഊരിയാവിനെ അവൻ യുദ്ധത്തിൽ നശിച്ചു പോകുവാൻ ഇടവരുത്തി. और दावीद ने किया हुआ अपराध पाप औरों को ना समझे, इसी कारण में उनकी पत्नी को ऊरिया को और सताने के लिए रास्ता बना दिया है. ഇവിടെ ആമേൻ ദാവീദ് പറഞ്ഞു വിടുന്നത് ഈ ഊരിയാവിനെ എങ്ങനെയെങ്കിലും ഈ പടയിൽ ചേർത്ത് അവനെ കൊല്ലിക്കണം. ऊरिया को कोई किसी रास्ताओं में युद्ध की आगे खड़ा कर सताना. എന്നാൽ ആ സമയത്ത് അനേകർ അവിടെ മരിച്ചുപോയെന്നുള്ള ഒരു സന്ദേശം ദാവീദിനെ എത്തിക്കുമ്പോൾ और वहां पर युद्ध में बहुत सारे जवानों और सेनाओं मर गया, ये बात दावीद को खबर दिया है. ദാവീദ് വളരെ കോപത്തോടുകൂടെ ആ വ്യക്തിയോട് സംസാരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. क्रोधित होकर दावीद ने वो व्यक्ति को सुसंदेश लाया, वो व्यक्ति का साथ बातचीत किया है, वो बात वहां पर पाया जाता है.
ആ 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും അടുത്ത് ചെന്ന് യുദ്ധം ചെയ്തത്, അതുകൊണ്ടല്ലേ നമുക്ക് ആൾനാശം സംഭവിച്ചതെന്ന് പറയാനിടയാകുന്നു. और दावीद ने वो उन्हों को कहा, इतना पार होकर उनका साथ लड़ाई के लिए गया, इसलिए ऊरिया ने मर गई है. എന്നാൽ ആമെ അവിടെ ദൂതുമായി കടന്നു വന്ന വ്യക്തി ഊരിയാവ് മരിച്ചുപോയി എന്ന് ദാവീദിനോട് അറിയിക്കുമ്പോൾ, ये संदेश लाया हुआ जो व्यक्ति ऊरिया ने मर गया है, ये बात स्मरण दिलाया. അപ്പോഴ് ദാവീദിന്റെ സ്വഭാവം മാറി, ദാവീദിന്റെ സംസാര രീതി മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. तुरंत दावीद की बोली में फिर फर्क पड़ी. പ്രൈസ് ദി ലോർഡ്. അത് 11-ാം അധ്യായത്തിൽ ദാവീദ് പറയുന്നുണ്ട്, കുഴപ്പമില്ല, രണ്ട് വശത്തും നമുക്ക് ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. लिखे हो गया तो हो गया, दोनों जगह दोनों के साथ ऐसा लड़ने में मृत्यु हो जाते हैं. അത് 25-ാം വാക്യത്തിൽ പോകുമ്പോൾ 11:25 ദാവീദ് പറയുന്നത്, ആമേൻ, ഈ കാര്യത്തിൽ വ്യസനം തോന്നരുതെന്നാ പറയുന്നത്. और 11वां दूसरा शमूएल 11वां अध्याय 25वां पद में दावीद ने दूत से कहा, योआब से यो कहना, इस बात के कारण दावीद ना हो, उदास ना हो, क्योंकि तलवार जैसे इनको वैसे उनको भी नष्ट करती है. നോക്കിയേ, ഇതിനു മുമ്പുള്ള ഭാഗം വായിക്കുമ്പോൾ അവിടെ പറയുന്നത് ദാവീദ് കോപം കൊണ്ട് ജ്വലിച്ചാണ് അവനോട് സംസാരിച്ചത്. वो पद के पहले दावीद ने क्रुद्ध होकर बातचीत कर रहा था. ഇവിടെ ഊരിയാവ് മരിച്ചെന്ന് പറഞ്ഞപ്പോൾ സന്ദേശവാഹകനെ ആശ്വസിപ്പിക്കുക, യോവാബിനെയും ആശ്വസിപ്പിക്കുക. और ऊरियाब मर गई, तब दावीद ने उसको संदेश लाया हुआ व्यक्ति को दिलासा दे रहा है. കാരണം ആമേൻ, ഇപ്പോ ദാവീദ് ചിന്തിച്ച കാര്യങ്ങളെല്ലാം നടന്നു കിട്ടി. कारण यही है, दावीद ने मन में क्या सोच विचार की है, जो सोच विचार पूरा हो गया है. അവൻ ചെയ്ത പാപം ഇനി ഒരിക്കലും പുറത്തു വരില്ല എന്ന് അവൻ ചിന്തിച്ചു. दावीद ने जिन बात सोचने लगा, उन्होंने अपराध पाप किया, कभी भी बाहर नहीं आएंगे. പക്ഷേ അവന്റെ എല്ലാ പ്രവർത്തികളും ദൈവം കാണുന്നുണ്ടെന്നുള്ള കാര്യം ദാവീദ് മറന്നുപോയി. उन्होंने क्या काम किया है, सारे काम परमेश्वर ने देख रहा है, ये बात उन्होंने भूल गई है. ആമേൻ. അതുകൊണ്ടാണ് ദൈവം നാഥാൻ പ്രവാചകനെ ദാവീദിന്റെ അടുക്കൽ പറഞ്ഞു വിട്ടിട്ട് അവന്റെ തെറ്റുകളെ കുറിച്ച് ബോധ്യം വരുത്തി കൊടുക്കുന്നത്. इसी कारण में नाथान भविष्य वक्ता को, नाथान नबी को और दावीद की ओर भेजा है, ये अपराध खुले खुले बताने के लिए. അത് 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ദാവീദിന്റെ തെറ്റുകളെ നാഥാൻ പ്രവാചകൻ മുഖാന്തരം ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. और दावीद ने अपराध किया, वो अपराध नादान भविष्य वक्ता के द्वारा दावीद को कहने के लिए 12वां अध्याय में पाया जाता है. എന്നാൽ ദാവീദ് ആ കാര്യം മനസ്സിലാക്കി താൻ ദൈവസന്നിധിയിൽ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു. ये दावीद है जो शब्द बनाया और अपना आप को निष्कर कर, नम्रता कर चरणों पर बैठ गया. അതുകൊണ്ട് 12-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ ദൈവം പറയുന്ന, അല്ലെങ്കിൽ നാഥാൻ പ്രവാചകൻ മൂലം പറയുന്ന ഒരു കാര്യം നമുക്ക് കാണുവാൻ കഴിയും. 12वां अध्याय 12वां पद में नाथान भविष्य वक्ताओं ने दावीद की ओर कहते हुए शब्द पाया जाता है. അതെ, നീ അത് രഹസ്യത്തിൽ ചെയ്തു, ഞാനോ ഈ കാര്യം ഇസ്രായേലിലൊക്കെയും കാണുക സൂര്യന്റെ വെട്ടത്ത് തന്നെ നടത്തും. तूने तो वह काम छिपा कर किया, पर मैं यह काम सब इस्राएलियों के सामने दिन दोपहर करूंगा. ആമേൻ. നമ്മൾ ആരും അറിയാതെ ചെയ്യുന്ന പ്രവൃത്തിയും ദൈവത്തിന്റെ വചനം പറയുന്നു, അത് സൂര്യന്റെ വെട്ടത്തിൽ തന്നെ അത് വെളിപ്പെടുത്തുന്ന ദൈവമാണ്. और हम कुछ बात चुपचाप करते हैं, मसीह की वचन कहते हैं, जो बात दोपहर में दिखा दिया देता है. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഒന്നും മറഞ്ഞിരിക്കത്തില്ല. നമ്മുടെ ഓരോ പ്രവൃത്തിക്കും തക്കവണ്ണം തന്നെ നമുക്ക് പ്രതിഫലം ലഭിക്കും.
और मसीह की गुप्त में चुपचाप में कोई कुछ काम कर नहीं सकते, सारे बात काम प्रकट कर देंगे। അത് നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവർത്തികളും എല്ലാം ദൈവസന്നിധിയിൽ അത് ആമേൻ എപ്പോഴും നിലനിൽക്കും. हमारा बोली या हमारा काम सदा सर्वदा मसीह के साथ है। അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, ആമേൻ ദൈവ മുമ്പാകെ സകലതും നഗ്നവും മലർന്നതുമായിരിക്കുക. इसी कारण में बाइबल में पाया जाता है मसीह की ओर सारे शब्द बात काम नांगे और खुले खुले निधि में। അതെ, അത് ഈ ദൈവസന്നിധിയിൽ നിന്ന് നമുക്ക് ഒരു കാര്യവും മറച്ചു വെക്കാൻ പറ്റത്തില്ല. मसीह में से कोई कुछ बात गुप्त रह नहीं सकते है। ദാവീദ് ആ കാര്യം മനസ്സിലാക്കിയിട്ട് അവൻ ദൈവത്തോട് ക്ഷമ ചോദിച്ച് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. दावीद को ये शब्द और स्मरण दिलाया, दावीद ने नीचे गिरकर अपनाया वो बात। എന്നാൽ ആമേൻ ദൈവം അവനോട് പറയുന്നത്, ആമേൻ നീ തെറ്റായ രീതിയിൽ പ്രവർത്തിച്ചത് കൊണ്ട് അതിൻ മൂലം ജനിച്ച കുഞ്ഞ് മരിച്ചു പോകും. तूने अनधिकृत रीति पर बच्चों को जन्म दिया, इसी कारण में वो बेटा मर जाएंगे। നമുക്കറിയാം ആ കുഞ്ഞിനെ യഹോവ ബാധിച്ചു എന്ന, ആമേൻ ഒരു കഠിന രോഗമായിട്ട് യഹോവ ബാധിച്ചു എന്ന തിരുവചനം പറയുന്നു. और परमेश्वर की धर्मशास्त्र में ये वचन दिया है, कठिन रोग बीमार हाल में परमेश्वर ने उनको सुधि ली है। ആ സമയത്ത് ദാവീദ് ഒത്തിരി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തു. उसी समय में दावीद ने उपवास और प्रार्थना किया। എന്തിനാ? ദൈവം ആമേൻ മനസ്സലിയണം ഈ കുഞ്ഞ് മരിക്കാതിരിക്കാൻ വേണ്ടി. कारण ये है परमेश्वर तरस का और बच्चा मरना नहीं, जीते रहना। പക്ഷേ ആമേൻ യഹോവ കൽപ്പിച്ച വാക്ക് അതുപോലെ അവിടെ നടക്കുവാനിടയായി. यही बात है, यहोवा ने आज्ञा दी, आज्ञा की आधार पर वहां पर संभव हुई है। കാരണം തെറ്റായ രീതിയിൽ ജനിച്ചത് അതിന് തെറ്റായ വഴിയിൽ പോകും. അതുകൊണ്ട് യഹോവ ഈ ഭൂമിയിൽ നിന്നും അതിനെ മാറ്റി. और उल्लंघन किया, आज्ञा ना माना और दोष किया, अपराध के कारण जन्म पाया हुआ बच्चा जिएगा तो वो बेटा भी वही हाल में रास्ता में चले जाएंगे। ആമേൻ എനിക്ക് അറിയാമെന്നുള്ള ഇതുപോലൊരു സംഭവം ആമേൻ ഒരിക്കൽ സംഭവിക്കാൻ ഇടയായി ഒരിടത്ത്. और ऐसे हाल हो गया, ये बात परमेश्वर की दास की और स्पष्ट बात है। ആമേൻ കാരണം ആ കുടുംബത്തിൽ ഇതുപോലെ ഒരു വിഷയം സംഭവിക്കുമ്പോൾ ദൈവം ഇതുപോലെ ആമേൻ ആ വ്യക്തിയോട് ദൂതറിയിക്കാൻ ഇടയായി. और ऐसी प्रकार हाल हो गया, ये परिवार के जीवन में परमेश्वर के दास के द्वारा वचन दिया है। അവിടെ ആമേൻ ആ കുടുംബത്തിൽ ദൈവം അത് കൽപ്പിച്ചു. അതുപോലെ ആമേൻ ആ കുഞ്ഞ് ഈ ലോകത്ത് മാറ്റപ്പെടുവാനിടയായി. वो कल्पना दिया, वाणी दिया, वचन दिया, ऐसी आधार पर वो बच्चा मर गई है। എന്ന് പറഞ്ഞാൽ ദൈവം ആമേൻ നീതിയുള്ള ദൈവമാകയാൽ ആമേൻ സകലതും നീതിയോടെ നടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. धार्मिकता के साथ जिए, धार्मिकता माने और परमेश्वर की इच्छा इतिहास है, ऐसे प्रकार आगे जीवन बिताए। ആമേൻ ഇവിടെ ദാവീദ് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തു. പക്ഷെ കുഞ്ഞ് മരിച്ചുപോയി. यहाँ पर पाया जाता है दावीद उपवास और प्रार्थना बच्चा के लिए किया, लेकिन ये इसमें फल नहीं पाया। നമുക്കറിയാം ആ കുഞ്ഞ് മരിച്ചതിന് ശേഷം ദാവീദ് പെട്ടെന്ന് എഴുന്നേറ്റ് കുളിച്ച് വസ്ത്രം മാറി അവൻ ഭക്ഷണം എല്ലാം കഴിക്കാനിടയായി. दावीद जिन बच्चा के लिए बेटा के लिए उपवास में बैठा, जो मर गया, उसके बाद में दावीद ने उठ गया और नहाया धोया और खाना खाया। അവിടെ അവന്റെ ഭൃത്യന്മാർ അത് കണ്ട് അത്ഭുതപ്പെട്ടിരിക്കുക. उनकी सेनाओं ने ये देखते हुए आश्चर्य हुई है। കാരണം കുഞ്ഞ് രോഗിയായിരുന്നപ്പോൾ കരഞ്ഞ് വിലപിച്ച് ഉപവസിച്ചവൻ കുഞ്ഞ് മരിച്ചെന്നറിഞ്ഞ ഉടനെ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുക. वो बेटा बीमारी हाल में है, उसी समय उपवास में बैठा और भोजन बिना बैठा, बेटा मर गई, तब वहां से खड़ा होकर नया धोया खाने पीने रहा। അവന്റെ ഭൃത്യന്മാർ വന്ന് അവനോട് ചോദിക്കുക, നീ എന്താണ് ഇത് ചെയ്യുന്നത്?
जो उनको सेनाओं ने आकर उनको पूछताछ कर रहा है, तू क्या कर रहा है? അപ്പോൾ അവൻ പറയുന്നത്, ആമേൻ, കുഞ്ഞ് മരിച്ചു പോകുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല, ചിലപ്പോൾ രക്ഷപ്പെട്ടെങ്കിലോ, അതുകൊണ്ടാണ് ഞാൻ ഉപവസിച്ചത്. वो राजा ने यह बात दी है, बेटा बीमार हाल में है, जिंदा रहेगा नहीं रहेगा मुझे पता नहीं है, शायद जिंदा रहेगा, तो ये बात के साथ में उपवास में बैठा था. ഇപ്പോഴും അവൻ മരിച്ചുപോയി, ഇനി ഞാൻ ഉപവസിച്ചിട്ട് കാര്യമില്ല, ആ വിഷയം ഇവിടെ തീർന്നു കഴിഞ്ഞു. वो मेरा उपवास स्वर्ग राज्य में पहुंचा नहीं, बेटा मर गया है, अभी उपवास करने में कोई फायदा नहीं होता है. അത് ഇനി ആ വിഷയത്തിന് വേണ്ടി കരഞ്ഞിട്ടോ നിലവിളിച്ചിട്ടോ പ്രാർത്ഥിച്ചിട്ടോ കാര്യമില്ല. वो विषय के लिए अभी बैठकर उपवास करते हैं, रोते हैं, और ऐसी कोई काम है, कोई फायदा नहीं होता है. അത് ഇനി ഞാൻ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത് കൊണ്ട് അവൻ തിരിച്ചു വരത്തില്ല, ഇനി എനിക്ക് അവന്റെ അടുക്കിലേക്ക് പോകുവാൻ മാത്രമേ കഴിയത്തുള്ളൂ എന്ന് ദാവീദ് പറഞ്ഞു. दावीद ने ये निर्णय दिया, और मैं उपवास करे, प्रार्थना करे, कुछ भी करे, वो बेटा मेरे ओर आएगा नहीं, मैं उनकी ओर आ जाएंगे. ആമേൻ. എന്നിട്ട് ആമേൻ ദാവീദ് ബത്സബയെ ചെന്ന് ആശ്വസിപ്പിച്ചതാണ് നമ്മൾ വായിച്ചത്. इतनी काम कार्य करते हैं, उसके बाद में दावीद ने बेर्शेबा की ओर जाकर बातचीत की है. ആമേൻ. അവൻ അവളെ ചെന്ന് ആശ്വസിപ്പിക്കുക, കാരണം തെറ്റായ രീതിയിൽ ആ കുഞ്ഞ് ജനിച്ചത് കൊണ്ടാണ് അത് മരിച്ചു പോയത്, ഇനി നീ കരഞ്ഞിട്ട് കാര്യമില്ല. और बेर्शेबा की ओर ये दावीद ने कहने लगा, अनधिकृत रीति पर बेटा जन्म पाया, इसी कारण बच्चा मर गया, और उन्हीं के लिए उपवास करना और ऐसे थक गया, वो कोई फायदा नहीं होता है. അവൻ ഇവിടെ വെളിപ്പെട്ട് വരുന്ന ഒരു വിഷയം എന്തെന്ന് ചോദിച്ചാൽ, यहाँ पर प्रकट है ये विषय क्या है? നമ്മുടെ ജീവിതത്തിൽ തെറ്റായ രീതിയിൽ എന്ത് തന്നെ കടന്നു വന്നാലും അതെല്ലാം നമ്മെ വിട്ടു മാറിപ്പോകും. अनुचित रीति पर कोई बात हमारे में आएगा तो वो बात हमारे में से हट जाते हैं. അതുകൊണ്ട് ആമേ തെറ്റായ രീതിയിൽ ഒന്നും നമ്മുടെ അടുക്കൽ വരാതെ നാം നീതിയോടുകൂടെ എല്ലാം ചെയ്യുന്നവരായി തീരുക. इसी कारण में अनुचित रीति पर हम कोई काम कार्य ना करे, उचित रीति पर करेगा तो प्रभु जवाब दिया देंगे. അതെ, അതുകൊണ്ട് ആമേൻ, ദൈവഹിതമില്ലാത്ത ഒരു വിഷയത്തിലേക്കും നാം പ്രവേശിപ്പാൻ ഇടവരുത്തരുത്. हमारा उद्देश्य यही है, मधुरवाणी यही है, अनुचित रीति पर हम कुछ काम कार्य ना करे, उचित रीति पर काम करे, प्रभु जवाब दिया देंगे. നമുക്കറിയാം ദാവീദിന്റെ ജീവിതത്തിൽ ഏതെല്ലാം വിഷയത്തിൽ ദൈവഹിതമില്ലാത്തത് പ്രവർത്തിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ദാവീദിന് വളരെ ശിക്ഷ ലഭിക്കുന്നത് കാണുവാൻ കഴിയും. इसका जानकारी यही है, दावीद की जिंदगी में अनुचित रीति पर जो कुछ काम किया है उसको जवाब नहीं मिला है. അവൻ ദൈവത്തോട് ആലോചന ചോദിക്കാതെ അല്ലെങ്കിൽ ദൈവഹിതമില്ലാതെ അവൻ ചെയ്തതിനെല്ലാം അവൻ ഒത്തിരി ദൈവസന്നിധിയിൽ വിലപിക്കേണ്ടി വന്നിട്ടുണ്ട്. और मसीह के सामने प्रार्थना के लिए, जवाब के लिए बैठा, और मसीह में से और उनको शब्द जवाब दी, लेकिन अनुचित रीति पर किया है, उनको जवाब नहीं मिला है. അപ്പോൾ ആമേ ദൈവഹിതമില്ലാത്ത വിഷയങ്ങളിൽ നമ്മൾ പോകാതെ ദൈവത്തിന്റെ ഹിതം അറിഞ്ഞ് മുന്നേറണമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുക. मसीह की वचन हमें यही सिखाता है, हम मसीह की इच्छा की आधार प्रार्थना करें, जरूर प्रतिफल दिया देंगे. അത് തെറ്റായ രീതിയിൽ എന്ത് തന്നെ നാം നേടുവാൻ ശ്രമിച്ചാലും ഏതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും അതെല്ലാം നമ്മെ വിട്ട് അത് മടങ്ങിപ്പോകും. उल्लंघन करके अनुचित रीति पर हम जो कुछ कमाने के लिए जाते हैं, हमारे लिए सफलता में नहीं रहेंगे. നഷ്ടപ്പെട്ടതിന് ശേഷം അവൻ ചെന്ന് ആമേൻ ബത്ശബയെ ആശ്വസിപ്പിക്കുക. दावीद ने जाकर बेर्शेबा को दिलासा दे रहा है. അവനത് പറയുന്നതിന് ഒരു കാരണമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ തെറ്റായ രീതിയിൽ സംഭവിച്ചതെല്ലാം നീങ്ങിപ്പോയി, ഇനി നമുക്ക് നേരായ വഴിയിൽ പോകാം. दावीद ने जाकर बेर्शेबा को यह बात कहने लगा, और अनुचित रीति पर हम किया है, जो बात हट गई, अभी उचित रीति पर आगे बढ़े. ആ ദൈവഹിതപ്രകാരം ഉചിതമായ രീതിയിൽ മുന്നേറിയത് കൊണ്ടാണ് ദൈവം അവന് നൽകിയത് ശലോമോനെ. और उचित रीति पर प्रभु की इच्छा के आधार पर जिया,
इसी कारण में प्रभु ने एक बेटा को दिया और शलोमोन അവനെ കുറിച്ച് പറയുന്നത് നാം വായിച്ച വാക്യത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നത് യഹോവ അവനെ സ്നേഹിച്ചു. और पढ़ा हुआ वचन की अंतिम समय में यही बात दी है और ये उनको प्रभु ने उनका इतनी प्यार की है. അതെ, ആ ശലോമോനെ ദൈവം ഒത്തിരി സ്നേഹിച്ചു. शलोमोन को दावीद के बेटा बेरशबा के बेटा शलोम को यहोवा ने बहुत प्यार की है. അതുകൊണ്ട് ദാവീദിന് ശേഷമുള്ള ഏറ്റവും ശ്രേഷ്ഠനായ ഒരു രാജാവായിട്ട് അവൻ വാഴുവാനിടയായി. इसी कारण में दावीद की बदले दावीद की बाद में अच्छा उचित एक बेटा को सिंहासन पर बैठा दिया है. എന്ന് പറഞ്ഞാൽ അവനെ പോലെ ബുദ്ധിയും ജ്ഞാനവുമുള്ള ഒരു രാജാവ് അതിനു മുൻപോ അതിന് പിൻപോ ഇല്ലാതിരുന്നു. शलोमोन के न्याय इतना बुद्धिमान सामर्थ्य एक बादशाह राजा प्रभुता किया नहीं और आगे भी आया नहीं. അവൻ അത്രത്തോളം ജ്ഞാനവും അനുഗ്രഹവും ദൈവം അവന് പകർന്നു കൊടുത്തു. इतना बड़ा ज्ञान और अनुभव प्रभु ने उन्हीं के लिए दिया है. പക്ഷെ ആ ശലോമോനും നമ്മോട് പറയുന്ന ഒരു സന്ദേശമുണ്ട്. यही शलोमोन भी हमारे लिए एक संदेश देने वाले हैं. ഈ ലോകത്തിൽ എന്തെല്ലാം നേടിയാലും ദൈവം കൂടെ ഇല്ല എങ്കിൽ എല്ലാം ശൂന്യമാണ്. हम सब कुछ कमाया सब कुछ अपनाया लेकिन यहोवा परमेश्वर की मदद सामर्थ्य हमारा साथ नहीं है तो सब कुछ शून्य है और निर्बल है. അവനെല്ലാം പ്രാപിച്ചു, പക്ഷെ അവന്റെ അവസാനം അവൻ ദൈവമില്ലാത്തവനായി തീർന്നു. सब कुछ प्राप्त किया सब कुछ अपनाया लेकिन अंतिम समय में सब कुछ त्याग किया. അവൻ ദൈവം അധികം സ്നേഹിച്ചവനാ, പക്ഷെ വിശ്വാസികളുടെ പട്ടികയിൽ പോലും അവന് പേര് ചേർക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. यहोवा परमेश्वर ने शलोमोन को इतना प्यार किया प्रेम किया लेकिन अपराध के कारण अंतिम में और अच्छे भले लोगों का वो सीमा में आया नहीं है. ആമേൻ. എന്ന് പറഞ്ഞാൽ നാം ഈ ലോകത്തിൽ എന്തൊക്കെ ചെയ്താലും ഏതൊക്കെ ചെയ്താലും ലോകമെല്ലാം നമ്മെ തിരിച്ചറിഞ്ഞാലും ദൈവം നമ്മോട് കൂടെ ഇല്ല എങ്കിൽ എല്ലാം ശൂന്യമാണ്. यही अर्थ होता है हम दुनिया में सब कुछ किया, लोगों ने इतनी तारीफ किया, लोगों ने हमें उठाया, लेकिन एक बात निर्णय है हमारा मसीह यहोवा परमेश्वर के हाथ हमारा साथ नहीं होवे तो सारे सब कुछ दुर्बल हो जाता है. ആമേൻ. പ്രിയമുള്ളവർ, അവനെല്ലാം നേടി, അവനെ ലോകം ആദരിച്ചു, അനേക രാജാക്കന്മാരും രാജ്യമാരും അവനെ പുകഴ്ത്തി, പക്ഷേ അവൻ ദൈവസന്നിധിയിൽ ഇല്ലാതെ പോയി. यार वो यही बात है, आजू बाजू वाला राजाओं ने बादशाहों ने वो लोगों ने इतने तारीफ किया, उनको हाथ में उठाया, सब कुछ सही है, लेकिन यहोवा परमेश्वर की वचन से रहित हो गया. इसी कारण में परमेश्वर उनको त्याग किया. ആമേൻ. അതുകൊണ്ട് യേശു ക്രിസ്തു പറയുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് വേണ്ടി ഞാൻ സകലതും ഇതാ ഒരുക്കി വച്ചിരിക്കുക. इसी हाल हमारा जीवन में भी ना होने के लिए मसीह ने अपने शिष्यों को कहते हैं डर मत, तुम्हारे लिए भवन तैयार करने के लिए मैं जा रहा हूं. അതാണ് യേശുവിന്റെ ആശ്വാസ വചനങ്ങൾ. यही है मसीह का आश्वासन दिला जाके वचन. അതെ, മനുഷ്യന്റെ ആശ്വാസത്തിനെല്ലാം ആമേൻ അതിൻ്റെതായ കാരണങ്ങൾ ഉണ്ടായിരിക്കാം. मसीह मनुष्य दिला जा देता है और आश्वासन देता है, उसको सीमा पड़ते हैं. എന്നാൽ ദൈവം നമ്മെ ആശ്വസിപ്പിക്കുന്നത് ആ നിത്യതയോളം അനന്തതയോളം നമുക്ക് കൂടെ വാഴുവാൻ കഴിയും. लेकिन मसीह ने हमें इतने प्रेम किया, वैर भाव नहीं हमारे में रहते हैं, मसीह की प्रेम हमारे होते हैं. इसी कारण में सदा सर्वदा मसीह की वश में रहना भला है. അതുകൊണ്ട് നമുക്ക് ആ യേശുവിൽ വിശ്വസിച്ച് ആ യേശുവിന്റെ ആശ്വാസ വചനങ്ങളുമായി നമുക്ക് മുന്നേറാം. इसी कारण में मसीह पर विश्वास करो, जो दिलाजा का वचन मानो, मसीह के लिए जिए, वो सफलता की हार हमारे लिए भी बाकी है. ആ യേശു പറഞ്ഞിട്ട് പോയത്, ഞാൻ വേഗം മടങ്ങി വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്ത് കൊള്ളാം. जो मसीह ने कहा अंतिम समय में ये वाणी दी, मैं तुम्हारे लिए भवन तैयार करने के लिए जा रहा हूं, मेरा वश में रह जाओ. അത് ഞാൻ ഇരിക്കുന്ന ഇടത്ത് തന്നെ നിങ്ങളെയും ഇരുത്തേണ്ടതിന്.
मैं कहां पर बैठू वहां पर तुम्हें बैठा दूंगा। ആ ഒരു വാഗ്ദത്തം ഈ ലോകത്തിലെ ഒരു മനുഷ്യനും നമുക്ക് തരാൻ കഴിയത്തില്ല. ये प्रतिज्ञा दुनियादारी कोई किसी ने हमको दे नहीं सकते। എന്നാൽ യേശു പറയുന്നു, ഞാൻ ഇരിക്കുന്ന അതേ ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് തന്നെ. मसीह ने यही वचन दिया है, मैं कहां पर बैठू वहां पर तुम्हें भी बिठा दूंगा। ഇന്ന് പകൽക്കാലം ആ യേശുവിന്റെ ആശ്വാസ വചനങ്ങളിലേക്ക് നമുക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. आज दिन में ये दिलाजा की आजादी की वचन की भागी बनने के लिए प्रभु हमें अवसर दिया देंगे। ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. आंख बंद करे, प्रार्थना करे। ആമേൻ. ഇത്രത്തോളം നമ്മെ പരിപാലിച്ച് നടത്തിയ ദൈവം अभी तक हमें सुरक्षित किया और पंगों के तले सुरक्षित रखा, ये मसीह की वाणी। ഒരിക്കലും നമ്മെ കൈവിടില്ല, ഉപേക്ഷിക്കില്ല എന്ന് അരുളി ചെയ്ത യേശുവിന്റെ ആശ്വാസ വാക്കുകൾ. कभी भी हमें त्याग नहीं करे और मसीह के वश में रहने दे, ये वचन दिया हुआ है मसीह। ഇന്ന് പകൽക്കാലം ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ പൂർണ്ണമായി സമർപ്പിക്കാം. आज सुबह ही वक्त मसीह के हाथों में हम समर्पण कर देता हूँ। ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവ്, ഞങ്ങളുടെ നല്ല ദൈവമേ, हे परमपिता परमेश्वर, हे मसीह, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. सुंदर अवसर के लिए मैं मसीह को धन्यवाद देता हूँ। പിന്നെയും ഒരു ദിവസം കൂടെ അങ്ങയുടെ പാദപീഠത്തിൽ കടന്നു വരുവാൻ കൃപ ചെയ്തതിനായി സ്തോത്രം. फिर भी एक समय भी परमेश्वर के चरणों पर बैठने के लिए तूने अवसर दिया, इसलिए धन्यवाद। ഇന്ന് പകൽക്കാല വചന കേട്ട എല്ലാവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. आज सुबह ही वक्त वचन सुने हुए सारे सबों के प्रति मैं मसीह को धन्यवाद देता हूँ। പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. पिता और पुत्र और पवित्र आत्मा के नाम में अनुग्रह करते हुए प्रार्थना करते हैं। ശുശ്രൂഷിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തിയ കൃപയ്ക്കായി സ്തോത്രം. सेवकाई के लिए हमें प्रबल दिया, इसी कारण में धन्यवाद। ഇത്രത്തോളം അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. अभी तक आशीष दी, इसी कारण में धन्यवाद। പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. हमारा प्रार्थना सुना, इसलिए धन्यवाद। യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ. यीशु मसीह की अधिकार की साथ भी आमीन। ആമേൻ. ആമേൻ. താങ്ക് യു പാസ്റ്റർ. Thank you, Pastor. Thank you, Joseph Thomas.